ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. ഇന്ന് പൈൽ റീഡിംഗ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ചോദ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായി വരാൻ പോകുന്നത് എന്താണ് എന്നാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ഗ്രൂപ്പുകാരുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായി വരാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പുകാർക്കുള്ള കാർഡ്. സെക്കൻഡ് ഗ്രൂപ്പുകാർക്കുള്ള കാർഡ് നോക്കാം. അവരുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായി വരാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. ഇതാണ് സെക്കൻഡ് ഗ്രൂപ്പുകാർക്കുള്ള കാർഡ്. ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക. നമുക്ക് നോക്കാം ആദ്യത്തെ ഗ്രൂപ്പുകാരുടെ റിലേഷൻഷിപ്പിലേക്ക് അടുത്തതായി കടന്നു വരാൻ പോകുന്നത് എന്താണ് എന്ന്. ഓക്കെ, ഡിസ്റ്റൻസ്, ടൈം ഔട്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് ഒരു അകൽച്ചയാണ്. ഫിസിക്കലി തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല, മെന്റലിയും ആകാം. മാനസികമായിട്ട് നിങ്ങൾ തമ്മിലൊരു അകൽച്ച ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങാൻ പോവായിരിക്കും. ഓൾറെഡി അത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അത് പക്ഷേ ഒരു ലോങ് ടേമിലായിട്ട് അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് വരാൻ പോവുകയാണ്. ഒരു ബ്ലോക്ക് ആക്കിയൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താറായിട്ടുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി അങ്ങനെ ആയിട്ടുണ്ടായിരിക്കും. ഓൾറെഡി മാരീഡ് ആണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരിക്കും, ഫിസിക്കലി ഉണ്ടായിരിക്കും, ഒരു മെന്റലിയും ഒരു ഡിസ്റ്റൻസ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇമോഷണൽ ഓർ ഫിസിക്കൽ ഡിസ്റ്റൻസ്. രണ്ടാമത്തെ ഗ്രൂപ്പുകാരുടെ റിലേഷൻഷിപ്പിൽ അടുത്തായിട്ട് വരാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. ട്വിൻ ഫ്ലെയിംസ്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് വരുന്നതായിരിക്കും. ഓൾറെഡി നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെ നിങ്ങളായിട്ട് എന്തെങ്കിലും ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അല്ലെങ്കിൽ പഴയ ആ ഒരു പ്രശ്നങ്ങളൊക്കെ തീർന്ന് പുതിയ അതായത് ഒരു റീബർത്ത് എന്നൊക്കെ പറയില്ലേ, ഒരു പുതുജീവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ സിംഗിൾസിന് അവരുടെ ട്വിൻ ഫ്ലെയിംസ് അല്ലെങ്കിൽ സോൾമേറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഉടനടി അവരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. താങ്ക് യു ഡിയേഴ്സ്.